നമ്മൾ വല ഇട്ട് വെച്ചത് എന്തായാലും സക്സസ് ആയി. മീൻ പിടിക്കാൻ വല ഇട്ടതല്ല കേട്ടോ. നമ്മുടെ തായ്ലാന്റ് ചാമ്പ്യന്റെ മുകളിൽ നമ്മൾ വല ഇടുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ നോക്കി കുറച്ച് ചാമ്പയ്ക്കൊക്കെ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും കിട്ടൂല ശരിക്ക്, കുരങ്ങ് കഴിച്ചു പോകൊണ്ടാണ്. നമ്മൾ കുറെ ഭാഗത്തൊക്കെ വല ഇട്ട് ചില ഭാഗത്ത് വല ഇടാൻ പറ്റിയില്ല. എന്നാലും വല കണ്ടതുകൊണ്ട് മൊത്തത്തിൽ കുരങ്ങിന്റെ ശല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മോൾ ഭാഗത്തൊക്കെ നോക്ക് നല്ല പഴുത്തതുണ്ട്. അപ്പൊ ഇന്ന് റിച്ച് ഞാനും കൂടെ വല്ല അതും കൂടെ പറിച്ചെടുക്കാന്ന് വെച്ചാൽ ഇനി വെച്ചാൽ ചിലപ്പം കുരങ്ങ് കൊണ്ടുപോകില്ല. ഈ വലന്റെ ഉൾഭാഗത്ത് കണ്ടോ, അവിടുന്ന് കാണുന്ന നല്ല പഴുത്തുണ്ട്. താഴേക്ക് ഉള്ളത് ആവുന്നുള്ളൂ കേട്ടോ. അതൊക്കെ നിറം വെച്ച് വരുന്നുണ്ട്. കുറെ പച്ചയുണ്ട്. നല്ല പഴുത്തത് മുകളിലാ. റിച്ചോ ഇതിൽ കടക്കാൻ ഗ്യാപ്പില്ല. ഇനി നെറ്റിനുള്ളിൽ കൂടെ വല്ല കയറി പോട്ടെ. എന്നാ ഇത് കൂടി കൊട്ട പിടിച്ചോ. ഇനി വല്ല ഇതിലെ കയറട്ടെ കേട്ടോ. നമ്മൾ ലോക്ക് ചെയ്ത് ചമ്മക്കനെ കയറാൻ വയ്യ. വെറുതെ അല്ല, കുരങ്ങ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടാട്ടോ വല ഇല്ലാത്ത ഭാഗത്തുള്ളൊന്നും പറിക്കാവുന്നത്. സംഭവം ഈ ഒരു സമയത്തുണ്ടല്ലോ, ഏതാ പറിക്കേണ്ടത് ഏതാ തിന്നേണ്ടതെന്നൊന്നും അറിയില്ല. സാധാ നമ്മളെ ചാമ്പക്ക ഉണ്ട്, തായ്ലാന്റ് ചാമ്പ ഉണ്ട്, പിന്നെ മാങ്ങ എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്, വെറൈറ്റി മാങ്ങ ഉണ്ട്. പക്ഷെ മഴ നേരത്തെ ആയതുകൊണ്ട് നല്ല ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് റംബുട്ടാനും മാംഗോസിനൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. ഒക്കെ പൂത്ത് ചിലതൊക്കെ കായ് പിടിച്ചു വരുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളിയാണ്. ഇപ്പോ വെക്കേഷനിൽ കറക്റ്റ് എല്ലാവർക്കും എല്ലാം തിന്നാൻ മാത്രം ഉണ്ട് ഇവിടെ. നമ്മൾ തന്നെ വലയിട്ട് വെറുതെ കുരങ്ങ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാക്കിയ കുരങ്ങിനെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയതുകൊണ്ടാണ് തിന്നാതെ പോയത്. അതൊരു ധൈര്യമായിട്ടോ. ഇങ്ങനെ വലയിട്ട് വെച്ചാൽ ആര് പേടിയെങ്കിലും ഉണ്ടല്ലോ. ഈ കമ്പിലുണ്ട്, പറിക്കട്ടെ. പിച്ചോടെ കിട്ടുന്നുണ്ടോ? ഇതാ ഇവിടെ തന്നെ കുറച്ച് പഴുത്തുണ്ട്. ഇതുണ്ട് പറിക്കാം. ഓക്കെ, അയ്യടാ താഴെ വീണ് കയ്യിന്ന് പോയടാ. നെറ്റിലല്ലേ? ഇതാ നിങ്ങോട്ട് എടുക്കുക. അല്ല ആ നെറ്റിലല്ലേ, താഴത്തെ നെറ്റിലല്ലേ? ആ പെറുക്കി എടുത്തോ. അത് രണ്ടാമത്തെ കൊല പറിക്കാൻ പോയത് പറ്റി. ഇനി ഇതാ അതിലും പഴുത്തുണ്ട് കേട്ടോ. നമ്മളെ നെറ്റ് കെട്ടിന്റെ ഉൾഭാഗത്ത് നല്ല പഴുത്തത് കൊണ്ട് പറിക്കുമ്പോൾ തന്നെ വീണ്ടും നിൽക്കട്ടോ. ഈ കൊല മൊത്തം പറിക്കട്ടെ. ഓ, ഇതൊന്നുകൂടെ കടുപ്പ നിറ കേട്ടോ. എവിടെ ഇരിച്ചോ? ആ ഇത് പെറുക്കാൻ പോയി നിന്നാ കേട്ടാ. അടിപൊളി സാധനം. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്ക്. നല്ല പഴുത്തതാ. ഒരുവിധം ആയതൊക്കെ പറിക്കുക. ഇത് നിർത്തി കഴിഞ്ഞാല് ഏതെങ്കിലും ഗ്യാപ്പിലൂടെ കുരങ്ങിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടൂല. പിന്നെ നമ്മള് വലയിടാത്ത ഭാഗത്തുള്ളൊക്കെ പറിച്ചു കൊണ്ടുപോകും. ഇവിടെ ഇനി ഏതെങ്കിലും കാണുന്നുണ്ടോ ഏത് ഭാഗത്ത്? ഇതിന്റെ മുകളിൽ കയറിയപ്പോഴേ ആ ടോപ്പിലൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അതൊക്കെ ഒന്ന് കയറി പറിക്കുക. നമുക്ക് വല ഇട്ടത് കൊണ്ട് സ്പീഡിൽ അങ്ങോട്ട് കയറിപ്പോകാൻ വയ്യ. ആ അത് ഈ സൈഡിലുണ്ട്. ധരിച്ചോ എന്നിട്ടാ സംഭവം മരത്തിന്റെ മുകളിൽ എത്തിയിട്ടോ. ഇവിടെ വരെ അന്ന് നമ്മള് വല ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഇടാൻ പറ്റിയില്ല. ഇപ്പൊ ഇതാ ഇവിടെ നല്ല പഴുത്തതുണ്ട്. ഇതുകൊണ്ട് പറിക്കുക. ആദ്യം ഒന്ന് കഴിക്കട്ടെ, ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല മധുരമുണ്ട്. ഇപ്പൊ നല്ല വെയിലല്ലേ, മഴ പെയ്തു കഴിഞ്ഞാല് മധുരം കുറയും. ഇപ്പൊ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളത്തിന്റെ അംശം കൂടുതലാ. നമ്മള് ഒരു ചാമ്പൊക്കെ കഴിച്ചാൽ ശരിക്കും നമ്മളെ ഓറഞ്ചൊക്കെ കഴിക്കുമ്പോൾ വരുന്ന വെള്ളം പോലെ അത്രയും വെള്ളമുണ്ട്. കുഞ്ഞുണ്ടോ?
ആ വിച്ചും കുഞ്ഞോളൊക്കെ തിന്ന് ഞാൻ നേരത്തെ താഴേക്ക് ഇട്ട് കൊടുത്തല്ലേ. അതാ നല്ല പഴുത്തൊക്കെ ഉണ്ട് പറിക്കാം. വിച്ചുവിന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് നമ്മള് വല ഇട്ടതുകൊണ്ട്. അപ്പൊ എന്താ ബക്കറ്റിൽ പറിച്ചിട്ടാൽ ഇത് താഴേക്ക് കൊടുത്താൽ മതിയല്ലോ. ഇനി ഇതാ കൈയിടാൻ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ വല ഇട്ടതിന്റെ ഉള്ളിലത്തെ പറിക്കാൻ. കുറച്ച് കിളികൾ എന്തോ ഒന്ന് തിന്നുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ ഈ ഗ്യാപ്പിലൂടെ കയറിയതാ വേണ്ടോ എന്നില്ല. നമ്മൾ ബക്കറ്റ് വെച്ച് അല്ല ബക്കറ്റ് വല കെട്ടിയതിന്റെ ഉള്ളിലുള്ള. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് കിളിയാ കയറി? കിളിയാണ്, കുരങ്ങൊന്നുമില്ല. ചിലയിൽ മാത്രം ഒന്ന് കടിച്ചു നോക്കിയിട്ടുള്ളൂ. കുരങ്ങ് എന്തായാലും നിന്ന് കഴിഞ്ഞാൽ മൊത്തം താഴെ വീഴണ്ട. ഇവിടെ താഴെ വന്നപ്പോ കണ്ടതാണ്, പക്ഷെ അടിയിൽ ഇന്ന് പറിക്കാൻ പറ്റില്ല, മുഴുവൻ നെറ്റാണ്. നമുക്കിതാ പഴുത്ത് മാത്രം നോക്കിയാൽ ഇങ്ങനെ പറിച്ചു നമുക്ക്. സൂപ്പർ സാധനം. ഉറുമ്പുണ്ട് കേട്ടോ. ഉറുമ്പുള്ളത് നല്ലതാ. ഉറുമ്പുണ്ടെങ്കിൽ പുഴു ഉണ്ടാവില്ല. ഇനി നല്ല മഴ അടഞ്ഞാൽ ഇതിൽ പുഴു വരും കേട്ടോ. ഇപ്പൊ പുഴുവൊന്നും എത്തിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ആയി കിട്ടുക. അതിലൊക്കെ ഇഷ്ടം പോലെ ആയി വരുന്നുണ്ട്. നമുക്ക് ഇതിലുള്ള പഴുത്തതൊക്കെ ഉണ്ട് പറിക്കുക. പഴുപ്പ് കൂടിയിട്ട് ഒരു ബ്രൗൺ, ഒരു കടുപ്പ നിറാവും അല്ലേ. ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് പടുതേക്ക് നോക്കുമ്പോൾ നല്ല വലിയ തിലോപ്പികള് വെയിലായതുകൊണ്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. നമ്മളെ കാണുമ്പോൾ താന്നു കേട്ടോ. എന്തായാലും വണ്ടിയിൽ റിച്ച ഒരു മീൻ പിടുത്താക്കണം അല്ലേ. റിച്ചൊക്കെ വന്നിട്ട് കുഞ്ഞാത്തേക്ക് വന്നിട്ട് ഞങ്ങൾ മീൻ പിടിച്ചിട്ടില്ല. ഞങ്ങൾ തിലോപ്പി നല്ല ഫ്രൈ ചെയ്തെടുക്കലുണ്ട് അല്ലേ എല്ലാ സമയം വന്നാൽ. നമുക്ക് അതൊന്ന് പിടിക്കണം, നാളെ പിടിക്കാം കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഇത് പറിച്ചിട്ട് ഇത് ഉണ്ടായത് നല്ല തറ്റത്താണ്. അപ്പം ചാമ്പയിൽ നിന്ന് നമുക്കിത് പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്ത് സ്റ്റാൻഡ് ചാരി വെച്ചത് കേട്ടോ. ഇതൊരു കുരുമുളക് വള്ളിയാണ്. ഇത് പൊട്ടുവോ? നമ്മൾ ശീമക്കൊന്നേല് കുരുമുളക് നട്ടു കൊടുത്താണ്. വെയിറ്റ് കൊണ്ട് ഇത് ശരിയുണ്ട്. നോക്കട്ടെ, കമ്പ് പിടിച്ചാൽ പൊട്ടും ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. ഇതാ പിടിച്ചിട്ടുണ്ട്, വലിച്ചാ പൊട്ടും. പിച്ചി ബക്കറ്റ് ഇവിടെ വെക്കട്ടെ. ബക്കറ്റ് ഒന്ന് കുറച്ചിടാൻ പറ്റിയാൽ നമുക്ക് എളുപ്പത്തിൽ പറിക്കാം. നല്ല കൊലായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ കാപ്പിയുടെ മറവുണ്ട് അല്ലേ. ഇതാ താത്തി വെച്ച കറക്റ്റാണ്. നല്ല മഴുപ്പായതാണ്. ബക്കറ്റ് വെക്കട്ടെ. അടുത്തതുണ്ട്. ഇത് ശരിക്കും കളത്തിന് പുറത്താണ്. അതല്ല പറഞ്ഞത്, കുരങ്ങിന് കളത്തിനുള്ളിലും പുറത്തുണ്ടല്ലോ. ഇത് കുരങ്ങിന് വല കണ്ടിട്ട് പേടിച്ചിട്ടാണ് ഈ പുറത്തുള്ള പറിക്കാവുന്നത്. അപ്പം ഇനി നമ്മൾ ചാൻസ് ഉണ്ടാക്കി കൊടുത്താൽ കുരങ്ങിന് ഒന്ന് പറിച്ചു പോയാൽ പിന്നെ ധൈര്യം വരും. അത് പറിക്കണമെങ്കിലേ പിടിച്ചാൽ എന്തായാലും കമ്പ് പൊട്ടും. റിച്ച് ചെറിയൊരു കമ്പ് എടുത്തിട്ടാ ഒന്ന് അടിച്ച് ചാടിക്കുക, അത് പൊട്ടിപ്പോവും. അപ്പൊ നമുക്കിതാ ഇത്രയും കിട്ടിയിട്ടോ. ഇനി ഇഷ്ടം പോലെ പറിക്കാണ്ട്. ഒരുവിധം പഴുത്തതും അല്ല, നല്ല പഴുത്തതും നല്ല കടുപ്പം പഴുത്തതും. കടുപ്പം എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയല്ല ഉണ്ടോ. ഇത് ചോപ്പിനെക്കാട്ടി കുറച്ചുകൂടെ കടുപ്പം വന്നാണ്. ഇതിനാണ് നല്ല മധുരം. നല്ല മധുരം. ഇങ്ങനത്തെ റെഡ് ആയി കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ട്. എല്ലാത്തിനും മധുരം കുറവല്ല. ഇതിന്റെ ടേസ്റ്റ് പിന്നെ ചിലരൊക്കെ പറയും വലിയ ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഇത് മഴക്കാലത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണ്. മഴക്കാലത്ത് മധുരമൊക്കെ കുറവായിരിക്കും. പിന്നെ നല്ല വെള്ളത്തിന് അംശമൊക്കെ ഉണ്ടാകും. പിന്നെ ചെറിയ പുഴുവും കാര്യങ്ങളൊക്കെ വരും മഴ നല്ല അടഞ്ഞാൽ. ഈ ഒരു സമയത്ത് ഇതിന് നല്ല മധുരം തന്നെയാണ്. ഇതുകൊണ്ടാ കിട്ടോ. നമ്മളെ വല ഇട്ടതിന് ഗുണം കിട്ടിയെന്ന് പറയാം. കഴിഞ്ഞ വർഷം ആകെതാ ഇങ്ങനത്തെ ഇത്രയൊക്കെ കിട്ടി. അത് ഞങ്ങൾ കണ്ട് വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ച് വന്നപ്പോഴത്തേക്കും കുരങ്ങ് പറിച്ച് ലാസ്റ്റ് കുറച്ചൊക്കെ കിട്ടി. ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്രയായി. ഇനി ഇഷ്ടം പോലെ മരത്തിൽ ആയി കിട്ടാനുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ചെയ്യുന്നവർ ഇത് മാത്രമല്ല, എല്ലാ ഫ്രൂട്ട്സിന്റെ മുകളിലും നമ്മൾ വലയും കാര്യങ്ങളൊക്കെ ആദ്യം ഇട്ട് വെച്ചാൽ കുരങ്ങ് അങ്ങനെ കഴിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന കഴിച്ചോ. എന്നാ വീഡിയോ നിർത്തട്ടെ. ബിയമോൾ ഐസുമോളൊന്നും ഇത് കണ്ടിട്ടില്ല. അവരവിടെ കളിക്കുക. കുറെ വിളിച്ചിട്ട് വന്നില്ല. ഇതവിടെ ചെല്ലേണ്ട താമസമുള്ളൂ. ഇനി എല്ലാവരും ഇതിന്റെ ഭംഗി കണ്ടിട്ട് നോക്ക്. കുറച്ച് പഴുപ്പായി വരുന്നത് നമുക്ക് പഴുക്കോന്നും കൂടെ നോക്കാം കേട്ടോ. ഒന്നുകൂടെ നിറം വെച്ച് വരുമെന്ന് വെച്ചോ. നല്ല വീഡിയോ നിർത്തട്ടെ. വീട്ടിലിട്ട് പോവാ.